ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പലർക്കായി നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം പറയുകയാണ്. വിസ്മയകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം സാധ്യമായത്. അപ്പോൾ അതിന്റെ തുടർച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതിനു മുൻപ് തന്നെ മുന്നണി വിപുലീകരണം എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം വന്നു, CPIക്ക് ഇങ്ങോട്ട് പോരാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണ് എന്ന്. പക്ഷേ അതിനുള്ള മറുപടിയും കണ്ടല്ലോ. അപ്പോൾ ആദ്യമേ പറഞ്ഞ് നാണം കിടന്നൊരു സാഹചര്യത്തിൽ വരുന്നുണ്ടോ, അതോ ഈ വിപുലീകരണത്തിലുള്ള സാധ്യത ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്രത്തോളമാണ്? സ്മൃതിയും UDFന്റെ വിപുലീകരണത്തെക്കുറിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ചർച്ച തുടങ്ങിയതാണ്. പലതലത്തിലും പല തട്ടിലുമൊക്കെ അത് സംബന്ധിച്ച സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഒരു 8-9 അല്ലെങ്കിൽ 10 മാസങ്ങളുണ്ട്. ഏപ്രിലോ മെയിലോ ആയിരിക്കുമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുള്ളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവാം. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ പല പല മാറ്റങ്ങളും മറിച്ചിലുകളൊക്കെ ഉണ്ടാവാൻ ചെറിയ സമയം മതി. RSP, അതായത് പ്രേമചന്ദ്രൻ അല്ലെങ്കിൽ അന്ന് രാമകൃഷ്ണപിള്ള ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഇവരൊക്കെ ഉണ്ടായിരുന്ന RSP ഒരു പരനാറി വിളിയെ തുടർന്നല്ലേ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDF വിട്ടിട്ട് UDFിലേക്ക് വന്നത്. അങ്ങനെ എത്രയെത്ര തീരുമാനങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ചർച്ച ചെയ്യും. അത് എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതൊന്നും ഇപ്പോൾ പറയാൻ നമ്മളാരും പ്രവാചകന്മാരല്ലല്ലോ. പക്ഷെ ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പാപ്പരത്വമാണ്, അതായത് CPIയെ ക്ഷണിച്ചത് പാപ്പരത്വം എന്നൊക്കെ പറയുമ്പോൾ 1970 മുതൽ കോൺഗ്രസിന്റെ കൈയിട്ട് നടന്ന ഒരു പാർട്ടിയാണ് ഈ CPI എന്ന് പറയുന്നത്. ഇന്നലെ അടിയന്തരാവസ്ഥയുടെ വാർഷികമായിരുന്നു, 50-ാം വാർഷികം. അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയ പാർട്ടിയാ CPI, മറക്കരുത്. കോൺഗ്രസിന്റെ കൂടെ നിന്നതാ. അതൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഇടതുമുന്നണി പ്രേമം പെട്ടെന്നുണ്ടാവുന്നത്. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ. പിന്നെ കേരള കോൺഗ്രസ് അങ്ങനൊന്നും ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കേരള കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ, LDFിലെ അതിന്റെ അവസ്ഥ, ചില വാഗ്ദാനങ്ങളൊക്കെ നൽകും. കഴിഞ്ഞ 2 ബജറ്റുകളിലായിട്ട് KM മാണി ഫൗണ്ടേഷന് 5 കോടി രൂപ 3 കോടി രൂപയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. ഈ ഫൗണ്ടേഷന്റെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. 24 അടിയോ 48 അടിയോ ഉയരമുള്ള പ്രതിമ KM മാണിയുടേത് അവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സജി മഞ്ഞക്കടമ്പൻ ഉണ്ടാക്കിയ ഒരു പ്രതിമ മാത്രമേ ഇതുവരെ പാലായിൽ KM മാണിയുടേതായിട്ടുള്ളൂ എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പ്രതികരണത്തിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചരിത്രമൊന്നും പറയുന്നത് പ്രകാശ് ബാബു നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇപ്പം നമ്മൾ കേട്ട അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ്, അതായത് വർഗീയ പാർട്ടികളുമായിട്ട് ചേർന്ന് UDF, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ്, വെൽഫെയർ പാർട്ടി, അവരെ വോട്ട് തരാമെന്ന് പറഞ്ഞു, വോട്ട് തന്നോളാൻ പറഞ്ഞു. ആരെങ്കിലും പറയുമോ വേണ്ടെന്ന്? ഇപ്പോഴത്തെ PDPയുടെ വാങ്ങിച്ചിട്ട് നിൽക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് വേണ്ടി PDP രംഗത്ത് വരികയും ആ വോട്ട് തരാമെന്ന് പറയുകയും തന്നോളാൻ പറയുകയും ചെയ്തത് വെൽഫെയർ പാർട്ടിയുടെ വന്നപ്പോൾ വലിയ പ്രശ്നമായി പോയി. വെൽഫെയർ പാർട്ടി വളരെ മോശമാണ്, PDP വളരെ നല്ലതാണ്, യാതൊരു സംശയവുമില്ല. മദനി കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചൊന്നും ആരും മറന്നിട്ടില്ല. നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. കേരളത്തെ ഞെട്ടിച്ച പ്രസംഗങ്ങളായിരുന്നു. ഇത്ര വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കൂടെയാ. പിന്നെ പ്രകാശ് ബാബു മറക്കരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എവിടെ? ജമാഅത്തെ ഇസ്ലാമി എത്രയോ കാലം CPMന് വോട്ട് ചെയ്താ, LDFന് വോട്ട് ചെയ്താ. പ്രകാശ് ബാബു അതൊന്നും മറന്നുപോയോ? അവരുടെ വോട്ട് സ്വീകരിച്ചിട്ടില്ലേ? ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസിലൊക്കെ വളരെ ശക്തമായ വികാരമുണ്ട്. ശരി, കേരള കോൺഗ്രസിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അവരുടെ ചെയർമാന് മത്സരിക്കാനൊരു സീറ്റില്ല. ഇപ്പൊ അദ്ദേഹം MP ആണ്. പക്ഷെ അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാനും ജയിച്ച് മന്ത്രിയാകാനും ആഗ്രഹിക്കുന്നു. ഇപ്പൊ LDFിനാണേലും സീറ്റില്ല, UDFിനാണേലും സീറ്റില്ല. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം.
അദ്ദേഹത്തിന് ആകെ കൂടെ നോട്ടം വിടുന്നത് കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തിയിൽ മോൻസ് വളരെ ഭദ്രമായൊരു വിക്കറ്റിൽ നിൽക്കുക. പാലായിൽ മത്സരിച്ചാൽ ജയിക്കില്ലെന്നറിയാം. ഞാനിന്ന് അവിടുത്തെ ഒരു പ്രധാന കേരള കോൺഗ്രസ് നേതാവിനെ വിളിച്ച് ചോദിച്ചു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വേറെ ഏതെങ്കിലും സീറ്റ് നോക്കേണ്ടി വരും, കോട്ടയത്തോ മറ്റോ പോകേണ്ടി വരും. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിൽക്കുക, മത്സരിക്കാനൊരു സീറ്റില്ലെന്നേ, അതാണ് പ്രശ്നം. LDF-ലാണെങ്കിലോ കോട്ടയത്ത് നിന്നാ ജയിക്കുമോ? ഏറ്റുമാനൂരത്ത് വാസവം മാറിക്കൊടുക്കുമോ? പുതുപ്പള്ളി നിന്നാ ജയിക്കുമോ? കടുത്തുരുത്തിയിലെ മോൻസ് മാറിക്കൊടുക്കുമോ? മോൻസിനെതിരായിട്ട് മത്സരിച്ചാൽ ജയിക്കുമോ? പിന്നെ സ്വന്തം മണ്ഡലം പാല. അപ്പൊ ഞാൻ ആ നേതാവിനോട് ചോദിച്ചു എങ്ങനെയാണ് ജോസ് കെ മാണിയുടെ അവസ്ഥ. ഞാൻ ജോസ് കെ മാണിയോട് എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തോട് യാതൊരു ഇഷ്ടക്കേടും ഉണ്ടായിട്ടല്ല. അദ്ദേഹം പറഞ്ഞത് പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്മൃതി ഈ 25 പൈസ 4 അണ കോയിൻ ഉണ്ടായിരുന്നു. അത് 2 കോയിൻ, അതിലൊരു കോയിൻ അന്നത്തെ പഴയ ബ്രിട്ടീഷ് രാജാവിന്റെ തല ആലേഖനം ചെയ്ത കോയിനായിരുന്നു. അപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറിയാൽ നമ്മളോട് പറയും ഈ തലയുള്ള കോയിനാണേ വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അവിടെ പാലാ മണ്ഡലത്തിന്റെ KM മാണി എത്രയോ വർഷമായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന പാലാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പോ അദ്ദേഹത്തിന് ഒരു ഉറച്ച സീറ്റ് കിട്ടിയാൽ തന്നെ കേരള കോൺഗ്രസിന്റെ പ്രശ്നങ്ങളും ഒക്കെ മാറും. പിന്നെ ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഫ്ലൂയിഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. മുന്നണിയിൽ മാറ്റങ്ങൾ വരാനൊക്കെ വരാം, പക്ഷേ അത് വളരെ വേഗത്തിൽ തന്നെ ആ ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ളത് UDFന്റെ ഒരു ആത്മവിശ്വാസമായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസമായി കാണുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.